2019 24 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം UDFനെ വിസ്മയിപ്പിച്ച ഫലങ്ങളാണ്. 2019 19 സീറ്റിലും UDF വിജയിച്ചു. 24 18 സീറ്റിലും UDF വിജയിച്ചു. ഒരു സീറ്റ് BJP. ഈ വിജയത്തിൽ UDFും കോൺഗ്രസും അഹങ്കരിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ മിടുക്ക് കൊണ്ട്, കഴിവുകൊണ്ട് അല്ല ഈ വിജയം ലഭിച്ചത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചത് മാത്രമായിരുന്നു ഈ വിജയത്തിൻ്റെ പിന്നിൽ. കേന്ദ്ര ഭരണത്തിനെതിരെയും സംസ്ഥാന ഭരണത്തിനെതിരെയും ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ അത് UDFിന് അനുകൂലമായ ഒരു തരംഗമായി മാറി. ഈ വിജയത്തിൽ മതിമറന്നാൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും മറിച്ചായിരിക്കും ഫലം എന്നതിന് ഒരു സംശയവുമില്ല. കാരണം സംഘടനാ ശക്തി കൊണ്ടായാലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മിടുക്ക് കൊണ്ടായാലും എന്നും മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. അപ്പോൾ ശക്തി കൊണ്ട് ഇടതുപക്ഷത്തെ നേരിടാൻ UDFിനാവില്ല എന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് തങ്ങൾ വിജയിച്ചത് എന്ന് അവർ തിരിച്ചറിയണം. UDFന് ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടല്ല ഈ വിജയം, മറിച്ച് സർക്കാരിനെതിരെയുള്ള ജനരോഷം അവർ രേഖപ്പെടുത്തുകയായിരുന്നു. EK നയനാർ മന്ത്രിസഭ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 12 ജില്ലയിലും വിജയം ലഭിച്ചപ്പോൾ ആദ്യ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ 12 ജില്ലകളിലും LDF വിജയിച്ചപ്പോൾ ഒരു കൊല്ലം ശേഷിക്കെ നയനാർ രാജിവെച്ച് തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ UDF അധികാരത്തിലുണ്ട്. അന്ന് അധികാരമേറ്റുകൊണ്ട് AK ആൻ്റണി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇത് നമുക്കുള്ള അംഗീകാരമല്ല, ഇത് നിലവിലുണ്ടായിരുന്ന സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയാണ്. ഇത് മനസ്സിലാക്കാതെ പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഈ വിജയത്തെ കാണാൻ. ഇതായിരുന്നു AK ആൻ്റണി അന്ന് പറഞ്ഞത്. അത് ഒരു യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അത് കഴിഞ്ഞു വന്ന തിരഞ്ഞെടുപ്പിൽ LDF തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ കാലാകാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ 5 വർഷം കൂടുമ്പോൾ UDF ഭരിച്ചാൽ അടുത്ത 5 വർഷം LDF ഭരിക്കും. LDF ഭരിച്ച് തിരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ UDF വരും. അങ്ങനെ വിജയപരാജയങ്ങൾ ഇരുമുന്നണികളെയും മാറി മാറി അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഭരിക്കുന്നവരോട് ജനങ്ങൾക്കുള്ള വിരുദ്ധമായ മനോഭാവമാണ്. കാരണം അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരെ നയിക്കുന്നത് ആ സർക്കാർ എന്തൊക്കെ ചെയ്തു, ആ സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ടാണ് അവർ വോട്ട് ചെയ്യുക. അപ്പോൾ ഈ യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാരും UDFും മനസ്സിലാക്കണം. അല്ലാതെ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം ലഭിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ചാൽ, ദാസ്യം കാണിച്ചാൽ അടുത്ത തിരിച്ചടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നത് ഉറപ്പാണ്. പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കളുണ്ട്. 1ാം നിര നേതാക്കളും 2ാം നിര നേതാക്കളും. ഇപ്പോൾ KSUവിന് കോളേജ് ക്യാമ്പസുകളിൽ നല്ല വിജയം ലഭിച്ചതോടെ യുവാക്കൾക്കിടയിലും എല്ലാം നേതൃത്വ നിര ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം CPMലോ ലീഗിലോ ഉള്ളതുപോലെ സംഘടനാപരമായ അച്ചടക്കമോ മര്യാദകളോ കോൺഗ്രസ് പാർട്ടിയിലില്ല. കോൺഗ്രസ് പാർട്ടി തികച്ചും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നതാവില്ല KPCC പ്രസിഡന്റ് സുധാകരൻ പറയുന്നത്, സുധാകരൻ പറയുന്നതാവില്ല VD സതീശൻ പറയുന്നത്, ഇവർ രണ്ടുപേരും പറയുന്നതാവില്ല മുരളീധരൻ പറയുന്നത്. മുരളീധരനെയും സതീശനെയും സുധാകരനെയും കടത്തിവെട്ടിക്കൊണ്ടായിരിക്കും VM സുധീരൻ സംസാരിക്കുക. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, അതും വൈരുദ്ധ്യമുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സിൽ ഏത് കാലത്തുമുണ്ട്.
എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയെ പോലും ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് കഴിയും. അങ്ങനെ വിമർശിക്കാറുമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ തന്നെ സംഘടനാപരമായ മര്യാദകൾ, അച്ചടക്കം ഏത് പാർട്ടിയിലായാലും നേതാക്കൾ, പ്രവർത്തകർ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ സംഭവിക്കുക ആ പാർട്ടിയുടെ അപജയമാണ്. ഉദാഹരണത്തിന് നമുക്ക് മുസ്ലിം ലീഗിനെ എടുക്കാം. പാണക്കാട് തങ്ങൾ പറയുന്നതിനപ്പുറം ആരും ഒന്നും പറയില്ല, പ്രവർത്തിക്കില്ല എന്ന ഒരു കീഴ്വഴക്കമാണ് മുസ്ലിം ലീഗിനെ കേരളത്തിലെ വലിയ പാർട്ടിയായി എന്നും നിലനിർത്തുന്നത്. അതേസമയം ഒരു കാലത്ത് ശക്തമായിരുന്ന CPIയും ഒരു കാലത്ത് അതുപോലെ തന്നെ ശക്തമായിരുന്ന കേരള കോൺഗ്രസും എല്ലാം തകർന്നു പോയത്, അല്ലെങ്കിൽ അവർക്ക് ശക്തി ചോർന്നു പോയത് ഇത്തരത്തിലുള്ള സംഘടനാപരമായ അച്ചടക്കവും മറ്റും ഇല്ലാതെ പോയതാണ്. അതുകൊണ്ട് തീർച്ചയായും വിജയങ്ങളിൽ മറന്ന് അഹങ്കരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവമാണ് വരേണ്ടത്. കാരണം മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു തർക്കവുമില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ ആത്യന്തികമായ ലക്ഷ്യം ഒരു ഭരണമാറ്റമാണ്. BJP ആഗ്രഹിക്കുന്നത് പോലെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം, അതിനുവേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ഒരു BJP മുക്ത ഭാരതം എന്ന് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ കോൺഗ്രസ് ഒരിക്കലും പറയാറില്ല. BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ എത്രയും വേഗം തിരിച്ചെത്താനുള്ള ശ്രമമാണ് കോൺഗ്രസും UDFും നടത്തേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ ഒരു കാരണവുമില്ലാതെ മാറ്റി VD സതീശനെ വന്നതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷ സ്ഥാനം കാരണമില്ലാതെ ഒഴിഞ്ഞതുപോലെ ഉള്ള നടപടികൾ ഉണ്ടാകാതിരിക്കണം. കാരണം KPCC പ്രസിഡൻറ്റ് പാർട്ടിയുടെ നേതൃത്വം നിറവേറ്റുമ്പോൾ ഭരണത്തിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം നിറവേറ്റാൻ പ്രതിപക്ഷ നേതാവിന് കഴിയണം. അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷമായി നിന്നാൽ മാത്രമേ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കാൻ UDFന് കഴിയൂ. പരസ്പരം ചെളിവാരി എറിയാതെ പാർട്ടിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചാൽ അവർക്ക് വിജയം ഉറപ്പാണ്. അതിനുദാഹരണമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ ശക്തമായ തിരിച്ചുവരവാണ് KSU നടത്തുന്നത്. വരണാ സമരത്തിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി AK ആൻ്റണിയും വയലാർ രവിയും ചേർന്ന് കെട്ടിപ്പടുത്ത KSU വളരെ കാലമായി ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥി രംഗത്ത്, കലാലയങ്ങളിൽ KSUവിൻ്റെ അഭൂതപൂർവമായ ഒരു തിരിച്ചുവരവാണ് കാണുന്നത്. ആ തിരിച്ചുവരവ് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പോൾ പുതിയ തലമുറയിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നേതൃത്വ രംഗത്തേക്ക്, പാർലമെൻ്ററി രംഗത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കാനും ആണ് നമ്മുടെ KPCC നേതൃത്വവും AICC നേതൃത്വവും എല്ലാം ശ്രമിക്കേണ്ടത്.